മേടിച്ചപ്പോൾ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉണ്ടാക്കിയാൽ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തൊന്ന് വെക്കണം. എനിക്കിവിടെ തൈര് അവൈലബിൾ അല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ തൈര് മിക്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ശേഷം പാൻ എടുത്തിട്ട് ചൂടായ ശേഷം ബട്ടർ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് മുരിച്ചെടുക്കരുത്. നമുക്ക് ഭയങ്കര ജ്യൂസി ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കണം കേട്ടോ. അതേ സെയിം പാനിലോട്ട് വീണ്ടും കുറച്ച് ബട്ടർ ഇടുക, കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. ദെൻ തക്കാളി ഇടുക. അതെല്ലാം ചെറുതായിട്ടൊന്ന് വാട്ടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പുരട്ടി എടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കാഷ്യൂ നട്ട്സും കുറച്ചിട്ടിട്ട് പുരട്ടി എടുത്ത ശേഷം മിക്സിയിലോട്ട് ഇടുക. അത് കറക്കി ഇങ്ങ് എടുക്കുക. സെയിം പാനിലോട്ട് തന്നെ ഗ്രേവി ഒഴിച്ചതിന് ശേഷം ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ദെൻ നമ്മുടെ ചിക്കൻ അടവ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യുക. കുറച്ച് ടോപ്പിങ്സിൽ ബട്ടർ ഇടുക, ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക, ആൻഡ് മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നാനിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ബട്ടർ ചിക്കൻ. മസ്റ്റ് ട്രൈ.